ഭരദ്വാജൻ എന്ന അതീവ ജ്ഞാനിയും ആയുധവിദ്യകളിൽ ശ്രേഷ്ഠനുമായിരുന്ന മുനിവര്യന്റെ പുത്രനായിരുന്നു ദ്രോണർ. ഭരദ്വാജന്റെ ദ്രോണപാത്രത്തിൽ നിന്നും ജന്മമെടുത്തതിനാലാണ് അദ്ദേഹത്തിന് ദ്രോണർ എന്ന നാമം ലഭിച്ചത്. സമയമായപ്പോൾ ഭരദ്വാജൻ തന്നെ പുത്രനെ ആയുധവിദ്യകൾ എല്ലാം അഭ്യസിപ്പിച്ചു. ഭരദ്വാജന്റെ സുഹൃത്തായിരുന്നു പൃഷദൻ എന്ന രാജാവ്. അദ്ദേഹത്തിന്റെ പുത്രനായ ദ്രുപദനും നിത്യവും ആശ്രമത്തിൽ വന്ന് ദ്രോണരോടൊപ്പം കളിക്കുകയും പഠിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഉത്തമ സുഹൃത്തുക്കളായി വളർന്നു വന്നു. കാലക്രമത്തിൽ പൃഷദൻ മരിച്ചതിനു ശേഷം ദ്രുപദൻ പാഞ്ചാല രാജ്യത്തിന്റെ രാജാവായി തീർന്നു. ഭരദ്വാജന്റെ മരണത്തിന് ശേഷം ദ്രോണർ തപസ് ചെയ്തുകൊണ്ട് കാലം നയിച്ചു. പിതാവിന്റെ ആഗ്രഹമനുസരിച്ച് കൃപരുടെ സഹോദരിയായ കൃപിയെ അദ്ദേഹം വിവാഹം ചെയ്തിരുന്നു. അവർക്ക് അതിതേജസ്വിയായ ഒരു പുത്രനും ജനിച്ചു. ജനിച്ചയുടനെ അശ്വത്തിന്റെ പോലെയുള്ള ശബ്ദത്തിൽ കരഞ്ഞതിനാൽ കുട്ടിക്ക് അശ്വത്ഥാമാവ് എന്ന് നാമകരണം ചെയ്തു. ദ്രോണർ അശ്വത്ഥാമാവിനെ വേണ്ട വിധത്തിൽ അസ്ത്രവിദ്യയും അഭ്യസിപ്പിച്ചിരുന്നു. എങ്കിലും ദ്രോണരെയും കുടുംബത്തെയും ദാരിദ്ര്യം വല്ലാതെ കഷ്ടപ്പെടുത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഹേന്ദ്ര പർവ്വതത്തിൽ തപസ് ചെയ്യുകയായിരുന്ന ഭാർഗവരാമൻ തന്നെ കാണാനെത്തുന്നവർക്ക് യഥേഷ്ടം ധനം കൊടുക്കുന്നുണ്ടെന്ന് ദ്രോണർ അറിഞ്ഞത്. അവിടെ ചെന്നാൽ തന്റെ ദാരിദ്ര്യത്തിന് ഒരു പരിഹാരമുണ്ടാകുമെന്ന് വിചാരിച്ച് അദ്ദേഹം മഹേന്ദ്ര പർവ്വതത്തിലേക്ക് പുറപ്പെട്ടു. എന്നാൽ അദ്ദേഹം അവിടെ എത്തിയപ്പോഴേക്കും പരശുരാമൻ തന്റെ സർവസ്വവും ദാനം ചെയ്തു കഴിഞ്ഞിരുന്നു. എന്നാൽ തന്റെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന ചില മഹാശസ്ത്രങ്ങൾ അദ്ദേഹം ദ്രോണർക്ക് നൽകി. കൂടെ അദ്ദേഹത്തിന്റെ ധനുർവിദ്യയിലുള്ള അപാരമായ ജ്ഞാനവും. അങ്ങനെ ദ്രോണർ അസ്ത്രവിദ്യയിൽ അജയ്യനായ ഒരു ആചാര്യനായി തീർന്നെങ്കിലും അദ്ദേഹത്തിന്റെ ദാരിദ്ര്യത്തിന് മാത്രം ഒരു പരിഹാരവും ഉണ്ടായില്ല. അപ്പോഴാണ് തന്റെ ബാല്യകാല സ്നേഹിതനായ ദ്രുപദനെ കുറിച്ച് അദ്ദേഹത്തിന് ഓർമ്മ വന്നത്. ദ്രുപദനാണെങ്കിൽ അപ്പോൾ പാഞ്ചാല രാജ്യത്തിന്റെ അധിപനും. ദ്രോണർ കൊട്ടാരത്തിൽ ചെന്ന് തന്റെ സ്നേഹിതനെ കണ്ട് കുശലം ചോദിച്ചു. എന്നാൽ ദ്രുപദനാവട്ടെ അദ്ദേഹത്തെ സന്തോഷപൂർവ്വം സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല നിഷ്കരുണം അവഹേളിക്കുക കൂടി ചെയ്തു. കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളോട് കൂടി എത്തിയ ഒരു ബ്രാഹ്മണൻ തന്റെ സ്നേഹിതനാണെന്ന് പറയുന്നത് തനിക്കൊരു അപമാനമാണെന്നും ദ്രോണർ കൊട്ടാരത്തിലേക്ക് വലിഞ്ഞു കയറി വന്നത് തന്നെ ഒരു വലിയ ധിക്കാരമായി പോയെന്നും ദ്രുപദൻ പറഞ്ഞു. ദ്രുപദന്റെ അപ്രതീക്ഷിതമായ പെരുമാറ്റത്തിൽ അപമാനിതനായ ദ്രോണർ ഒന്നും മിണ്ടാതെ ഇറങ്ങി നടന്നു. ശേഷം ഹസ്തിനാപുരത്ത് ചെന്ന് കൃപാചാര്യന്റെ ഭവനത്തിൽ അധികമാരും അറിയാതെ കുടുംബത്തോടൊപ്പം താമസിച്ചു. കൃപാചാര്യൻ രാജകുമാരന്മാരെ പരിശീലിപ്പിക്കാൻ പോകുമ്പോൾ അശ്വത്ഥാമാവും സഹായത്തിനായി കൂടെ ചെല്ലുമായിരുന്നു. ദ്രുപദൻ തന്നോട് ചെയ്ത ദ്രോഹം എന്നും ദ്രോണരുടെ മനസ്സിൽ എരിയുന്ന ഒരു കനലായി ബാക്കി നിന്നു. പക്ഷേ പാഞ്ചാല രാജ്യത്തിന്റെ അധിപനോട് തനിക്കുണ്ടായ അപമാനത്തിന് പകരം ചോദിക്കുവാൻ തന്റെ അറിവ് മാത്രം പോരാ എന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. അതിനു വേണ്ടത് സംഘബലമാണ്. താൻ പറഞ്ഞാൽ പാഞ്ചാല സൈന്യത്തെയും തോൽപ്പിച്ച് അവരുടെ രാജാവിനെ ബന്ദിയാക്കുവാൻ മാത്രം ശക്തിയുള്ള യോദ്ധാക്കൾ.